വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു വാനില സ്പോഞ്ച് കേക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 4 വലിയ മുട്ട വേണം, പിന്നെ ഒരു 120 ഗ്രാം പഞ്ചസാര വേണം, പിന്നെ ഒരു 120 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ വേണം. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. 120 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 240 ml ഒരു കപ്പ് മൈദയാണ് വരിക. പിന്നെ ഒരു 40 ml മിൽക്കും പിന്നെ ഒരു 30 ml ഓയിലും ആണുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും. നമ്മൾ വെയിറ്റ് അനുസരിച്ച് മെഷർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കേക്ക് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ 240 ml ഒരു കപ്പാണ് 120 ഗ്രാം മൈദ എന്ന് പറയുന്നത്. 120 ഗ്രാം പഞ്ചസാര എന്ന് പറയുന്നത് 240 ml 1/2 കപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും വരും. ഇനി ഞാനിത് മുട്ട ഞാനിതിനകത്തേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ചായിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു മിനിമം 10 മിനിറ്റെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ വോളിയം ട്രിപ്പിളായി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നല്ല പെയിൽ യെല്ലോ കളറായി വരും. പിന്നെ നല്ല റിബൺ കൺസിസ്റ്റൻസിയിൽ എത്തുകയും ചെയ്യും. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് റിബൺ കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ പാറ്റേൺസ് വരുന്നത് കാണാം. അതാണ് റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഞാനൊരു 2 പ്രാവശ്യം അരിച്ചെടുത്തതാണ്. മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ബേക്കിംഗ് പൗഡറും മൈദയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടുള്ളൂ. ഇനി നമ്മൾ സെയിം ഡയറക്ഷനിലേക്ക് തന്നെ മിക്സ് ചെയ്യുക. പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ അടിച്ചെടുത്തതൊക്കെ വെറുതെ ആവും. അതുകൊണ്ട് സെയിം ഡയറക്ഷനിൽ ഇതേപോലെ പതുക്കെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ, മൈദയുടെയും ബേക്കിംഗ് പൗഡറിൻ്റെയും കൂടെ. പിന്നെ ഇത് നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യരുത്, കുറച്ചായി ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിലും പാലും കൂടെ ഒഴിച്ച് അതിലേക്ക് ആ ബാറ്ററിന്ന് ഒരു 1-2 ടീസ്പൂൺ ഒന്നെടുത്ത് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നമ്മൾ ബാറ്ററിലേക്ക് തിരിച്ചൊഴിക്കുക. ഡയറക്റ്റ് പാലും പിന്നെ ഓയിലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലഫിനെസ് പെട്ടെന്ന് പോയി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമ്മൾ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടാം. 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കേക്ക് ടിന്നെടുത്ത് നന്നായി ഒന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് മൈദ ഇട്ടൊന്ന് ഡസ്റ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ അടിയിലൊരു ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതൊക്കെ ആദ്യം ചെയ്ത് വെക്കണം കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, സോറി. പിന്നെ ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ സാധാരണ എൻ്റെ ഓവനിന് 170 ഡിഗ്രി സെൽഷ്യസിൽ 35 to 40 മിനിറ്റ്സ് വരെയാണ് ഞാൻ ചെയ്യാറ്. ഓരോ ഓവനും ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നിങ്ങൾ ടെമ്പറേച്ചർ നോക്കി വേണം വെക്കാനായിട്ട്. സാധാരണ ഒരു 170-ലൊക്കെ 35 to 40 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നന്നായിട്ട് റെഡി ആയിട്ട് വരും. പിന്നെ ഇതുപോലെ ആയോന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ സ്ക്രൂവറോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും ഒന്ന് കുത്തി നോക്കിയിട്ട് അത് ക്ലീനായിട്ട് വരുവാണെങ്കിൽ കറക്റ്റായിട്ടുണ്ട്, വെന്തിട്ടുണ്ട് എന്നാണ് മീനിങ്. നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഓവനിലെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീമോൾഡ് ചെയ്ത ശേഷം
തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ പകുതിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട്. ഇനി ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ വൈറ്റ് ഫോറസ്റ്റ് കേക്കോ അങ്ങനെ വേറെ എന്തെങ്കിലും കേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കേക്കാണ്. ഞാനിവിടെ ഒരു രസ്മലായി കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, ഐ കാർഡിലും ഇട്ടിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാനില സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണേ. ബൈ ബൈ.